പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ്, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി. 1960 9-ാം വയസ്സിൽ ബാലജന സഖ്യത്തിൻ്റെ പ്രവർത്തകനായി. അതേ കാലയളവിൽ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയത്തിൻ്റെ ബാലലോകം പരിപാടിയുടെ അവതാരകനുമായിരുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ജഗതി NK ആചാര്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അമച്വർ നാടകവേദികളിൽ അഭിനയം ആരംഭിച്ചു. 1973 കേരള സർക്കാരിൻ്റെ കുടുംബാസൂത്രണ പ്രചരണ നാടകങ്ങളിൽ 2 വർഷം അഭിനയിച്ചു. 1975 മുതൽ തുടങ്ങിയ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരേ കമ്പനിയിൽ 3 രാജ്യങ്ങളിലായി സേവനം ചെയ്തു. ഈ കാലയളവിൽ പ്രവാസികളായി എത്തിയവരുടെ ജീവിത ദുരനുഭവങ്ങൾ മനസ്സിലാക്കി പ്രവാസി ക്ഷേമ പദ്ധതികൾ എന്തുകൊണ്ട് ആസൂത്രണം ചെയ്തുകൂടാ എന്ന ചിന്ത മനസ്സിലുണ്ടായി. ആശയാവിഷ്കാരത്തിന് അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങളോളം അധ്വാനിച്ച് മടങ്ങിയെത്തുമ്പോൾ സ്വന്തം നാട്ടിലെ വേരുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പുനരധിവാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. സഹൃദയരും സമാന ചിന്താഗതിക്കുമാരായ പ്രവാസി സുഹൃത്തുക്കളുമായി 1988 ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രവാസി സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷൻ എന്ന സ്ഥാപനമായിരുന്നു അത്. 20 വർഷത്തെ പ്രവർത്തന ഫലമായി 1996 കേരളത്തിൽ നോർക്ക വകുപ്പ് സ്ഥാപിക്കപ്പെട്ടു. ഈ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് 20 വർഷം പ്രവർത്തിച്ചു. 2005 മുതൽ പ്രവാസികളുടെ മുഖപത്രമായി പ്രവാസി ഭാരതി ന്യൂസ് ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു വരുന്നു. മുഖ്യമന്ത്രിമാരായ CH മുഹമ്മദ് കോയ, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VS അച്യുതാനന്ദൻ എന്നിവരുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തി 2012 പ്രവാസികളുടെ ചിരകാല അഭിലാഷമായ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. ഒരു കാലഘട്ടത്തിൽ പ്രവാസി പെൻഷൻ അസാധ്യമാണെന്ന് പറഞ്ഞ കേരള സർക്കാർ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. പെൻഷൻ അംഗത്വ പ്രായപരിധി 55 വയസ്സായിരുന്നു. പ്രായപരിധി ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് 2014 സമരം നടത്തി. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപ സ്ക്വയറിൽ നിരാഹാരം അനുഷ്ഠിച്ചു. തുടർന്ന് 60 വയസ്സ് അംഗത്വ പ്രായപരിധിയായി ഉത്തരവിറക്കി. ഇതുമൂലം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയിൽ ചേരാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന ശ്രീ VP സിംഗ്, AK ഗുജ്റാൾ, ശ്രീ മൻമോഹൻ സിംഗ്, ശ്രീ AB വാജ്പേയി എന്നിവരുമായി പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായി കേന്ദ്രത്തിൽ പ്രവാസി വകുപ്പ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി പ്രഖ്യാപിച്ച പ്രവാസി ഭാരതീയ ദിനം 2003 മുതൽ 2026 വരെ കേരളത്തിൽ മികച്ച തോതിൽ നടത്തുവാൻ ഇദ്ദേഹം നേതൃത്വം നൽകി. നിർധനരായ പ്രവാസി കുടുംബങ്ങൾക്ക് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താൻ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു നൽകി. തയ്യൽ മെഷീൻ, കമ്പ്യൂട്ടറുകൾ, ഗ്രൈൻഡറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകി. 100 കണക്കിന് രോഗികൾക്ക് ഡയാലിസിസിന് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവാസികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. 2021 ജൂലൈ 11-ാം തീയതി മുതൽ 1 വർഷം നീണ്ടുനിന്ന സപ്തതി അവസരത്തിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആലേഖനം ചെയ്ത സപ്തതി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയുണ്ടായി. ദേശീയവും അന്തർദേശീയവുമായി 250-ൽ പരം അവാർഡുകളും പ്രമുഖ വ്യക്തികളുടെ പ്രശംസാ പത്രങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയാണ്. കേരള സർക്കാരിൻ്റെ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ള സംസ്ഥാന വിജിലൻസ് കമ്മിറ്റിയുടെ അംഗമായി 10 വർഷമായി പ്രവർത്തിക്കുന്നു. കനൽ ചില്ലകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2005 വിദേശത്തും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന 36 പ്രവാസി സംഘടനയെ കോർത്തിണക്കി NRI കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്രീകൃത സംഘടനയ്ക്ക് രൂപം നൽകി. ഇതിൻ്റെ സ്ഥാപക ചെയർമാനായും ദേശീയ സെൻട്രൽ കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു വരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ ഒരു പുതിയ സമൂഹത്തിൻ്റെ സംഘടനാ ദിശ തുറന്നു കാട്ടുന്നതിനും അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും 40 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ്.